ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനം. കഴിഞ്ഞ ശ്ലോകങ്ങൾ കൊണ്ട് ഗണപതി വന്ദനം കഴിഞ്ഞു. ഇനി ഹരിനാമ കീർത്തനം രചിക്കാൻ തുടങ്ങുകയാണ്. എഴുത്തച്ഛൻ അത് എങ്ങനെയാണ് രചിക്കുന്നതെന്നും അതിനായി ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ. അമ്പത്തൊരക്ഷരവും ഓരോന്നും എന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമഃ. ഞാനിപ്പോൾ അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു. ഞാനിപ്പോൾ പങ്കജനേത്രനായ ഭഗവാനെ കീർത്തനം ചെയ്യാൻ പോവുകയാണ്. അതിനായി അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു, ശ്രീനീലകണ്ഠൻ എന്നു പേരായ എൻ്റെ ഗുരുനാഥൻ എൻ്റെ മനസ്സിൽ കാരുണ്യം ചൊരിയണം. 51 ഓരോന്നും എൻ മൊഴിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രചനയിൽ 51 അക്ഷരവും, അതായത് 16 സ്വരാക്ഷരങ്ങളും 35 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന മലയാള അക്ഷരമാലയിലെ 51 അക്ഷരങ്ങളിൽ ഓരോന്നും എൻ്റെ മനസ്സിൽ ക്രമത്തിൽ വരണം. അതിനൊക്കെ കൃത്യമായ ആശയവും എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണം. അതിനായിട്ട് എഴുത്തച്ഛൻ തൻ്റെ ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായ അകാരം ഉപയോഗിച്ച് അൻപേണമെൻ മനസ്സി എന്നാണ് ഈ ശ്ലോകം തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ മൊഴികളിൽ 51 അക്ഷരവും യഥാക്രമം ഭംഗിയായി ചേർന്നു വരണമേ ഭഗവാനെ. അങ്ങനെ ചേർന്നു വരുന്നതിനായി എന്നെ അനുഗ്രഹിക്കണമേ. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ. 51 ഓരോന്നുമെൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമഃ. 51 അക്ഷരങ്ങളിൽ ഓരോന്നും എടുത്ത് ഓരോ ശ്ലോകത്തിൻ്റെയും ആദ്യക്ഷരമായി ചേർത്ത് കീർത്തനം രചിക്കാൻ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം തേടുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. ആദ്യക്ഷരത്തിലുള്ള വായുന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാൽ ഇവയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി. എന്നാൽ ആദിയിലുണ്ടായതും അക്ഷരമെന്നതിന് ഒരിക്കലും നാശമില്ലാത്തത് എന്നർത്ഥം. ഒരിക്കലും നശിക്കാതെ എന്നും നിലനിൽക്കുന്നതുമായ ആ പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ഇനി സംഹാരകാലമാകുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ആ പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അതുപോലെ അക്ഷരമാലയിലെ ആദ്യക്ഷരമായ അകാരത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് വരുന്ന ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ക്രമമനുസരിച്ച് തുടങ്ങുന്ന ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ അങ്ങയെ സ്തുതിക്കുന്നതിനായി എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ഹരിനാമ കീർത്തനം തുടങ്ങുന്നത് ഓംകാരമായ പൊരുൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പരമ്പൊരുൾ ശുദ്ധ സത്വസ്വരൂപനായ മഹാവിഷ്ണുവാണ്. ആ ഉ മ എന്ന ധ്വനികൾ ചേർന്നതാണ് ഓംകാരം. അകാരം സത്വഗുണവും ഉകാരം രജോഗുണവും മകാരം തമോ ഗുണവുമാണ്. ഈ 3 ഗുണങ്ങളുടെയും സമാവസ്ഥയിൽ ആദിയിലുണ്ടായിരുന്നത് സത്വഗുണസ്വരൂപനായ മഹാവിഷ്ണുവാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് അക്ഷരങ്ങളിൽ അകാരം ഞാനാകുന്നു എന്ന്. അപ്പോൾ അകാരം ബ്രഹ്മസ്വരൂപമാണ്. ആ പരബ്രഹ്മസ്വരൂപനിൽ ലയിച്ചാൽ, അതായത് ഭഗവാനിൽ സായുജ്യമടഞ്ഞാൽ പിന്നെ ഈ ജനന മരണരൂപമായ സംസാരത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല. അതാണ് എഴുത്തച്ഛൻ പറയുന്നത്, ഈ പ്രപഞ്ച സൃഷ്ടി അകാരത്തിൽ നിന്ന് തുടങ്ങി അകാരത്തിൽ ലയിക്കുന്നത് പോലെ ഭഗവാനെ
അകാരത്തിൽ നിന്ന് തുടങ്ങി അതിൻ്റെ പര്യായഭേദങ്ങളായ അക്ഷരങ്ങൾ ക്രമത്തിലെടുത്ത് ഓരോ ശ്ലോകങ്ങൾ രചിച്ച് അങ്ങയെ സ്തുതിക്കുന്നതിനായി എന്നെ അനുഗ്രഹിച്ചാലും നാരായണ അങ്ങേക്ക് നമസ്കാരം. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിലോരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക. നാരായണായ നമഃ. ആദികാരണമായ ആ ബ്രഹ്മത്തിന് ഒരു രൂപമില്ലാത്തത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പരമമായതിനെ ഒരു വിഗ്രഹ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള ഉപാസനയാണ് വിരാട് പുരുഷ ഉപാസന. അതിനെക്കുറിച്ചാണ് 16ാമത്തെ പദ്യത്തിൽ പറയുന്നത്. ഇക്കണ്ട വിശ്വമതു ഇന്ദ്രാദിദേവകളും അർക്കേന്ദു വന്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിമ്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമഃ. ഈ കാണുന്ന പ്രപഞ്ചവും ഇന്ദ്രൻ മുതലായ ദേവന്മാരും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരോടൊപ്പം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായ ത്രിമൂർത്തികളും അങ്ങനെ കൺമുമ്പിൽ തെളിഞ്ഞ് വിളങ്ങി പ്രകാശിക്കുന്ന വിരാട് പുരുഷ അങ്ങേക്കും കാരണമായിരിക്കുന്നത് ആ അക്ഷരബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ വിരാട് പുരുഷനും കാരണമായിരിക്കുന്ന നാശരഹിതനായിരിക്കുന്ന ആ ബ്രഹ്മവും ഇതെല്ലാം എനിക്ക് എപ്പോഴും ഓർക്കാൻ സാധിക്കണേ ഭഗവാനെ എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. വിശേഷേണ പ്രകാശിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന രൂപം, അതാണ് വിരാട് രൂപം. ഈ പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെ ഈശ്വരന്റെ അവയവങ്ങളായി കാണുക എന്നതാണ് വിരാട് പുരുഷ സങ്കല്പത്തിന്റെ അടിസ്ഥാന തത്വം. എങ്ങനെയാണ് ബ്രഹ്മത്തിൽ നിന്ന് ഈ വിരാട് പുരുഷന്റെ ഉൽപ്പത്തി ഉണ്ടായതെന്ന് ഭാഗവതത്തിലും നാരായണത്തിലുമൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഓംകാരമായ ആ പരമാത്മാവ് സൃഷ്ടിക്കാനുള്ള ഇച്ഛയോടെ മായയെ അവലംബിച്ച് 3ആയി പിരിയുന്നു. അതിലാദ്യമായി മഹത്വത്വം ഉണ്ടായി, പിന്നീട് അഹങ്കാരതത്വം ഉണ്ടായി. സത്വരജസ്തമോ അഹങ്കാരങ്ങളിൽ നിന്ന് ഇന്ദ്രിയ അധിഷ്ഠാന ദേവന്മാരും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെയുള്ള അന്ധക്കരണ വൃത്തികളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശബ്ദതന്മാത്രയും ഉണ്ടായി. ശബ്ദത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഉണ്ടായി. എന്നാൽ ഇവയെല്ലാം ഒരു പ്രവൃത്തിയും ചെയ്യാനാകാതെ, കൂടി യോജിക്കാനാവാതെ വെവ്വേറെയായി നിന്നു. അപ്പോൾ പരമാത്മാവ് തന്നെ ഇവയിൽ ഓരോന്നിൻ്റെയും ഉള്ളിൽ കടന്നുകൂടി തൻ്റെ തന്നെ ശക്തിയെ ഉണർത്തി ഇവയെല്ലാം ഇണക്കിച്ചേർത്ത് ഒരു ഹിരൺമയ അണ്ഡമായി മാറി. അങ്ങനെ ഈ ഹിരൺമയ അണ്ഡം കാരണജലത്തിൽ അനേക സംവത്സരം കിടന്നു. ഒരു അണ്ഡവും ബീജവും സംയോജിച്ച് ഒരു ഭ്രൂണമായി മാതൃഗർഭത്തിൽ കിടക്കുന്നത് പോലെ ഈ ഹിരൺമയ അണ്ഡം അങ്ങനെ കാരണജലത്തിൽ അനേകം സംവത്സരകാലം കിടന്ന് ഈ ഭ്രൂണം വികസിച്ച് ഒരു ജീവനായി മാറുന്നത് പോലെ ഈ ഹിരൺമയ അണ്ഡം വിഭജിച്ച് 14 ലോകങ്ങളായി വിരാട് എന്ന പുരുഷനായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് സ്വരൂപനായി മാറി. ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷികൾ എന്നിങ്ങനെ വിവിധ ആകാരമായി അത് ശോഭിക്കുന്നു. നാം സൂര്യനെ കാണുമ്പോൾ അത് ഭഗവാൻ നമ്മെ നോക്കുകയാണ്. ചന്ദ്രൻ നമ്മുടെ മനസ്സാണ്. കാറ്റ് നമ്മെ തഴുകുമ്പോൾ അത് ഭഗവാന്റെ ശ്വാസമാണെന്നും, ആകാശം കാണുമ്പോൾ അത് ഭഗവാന്റെ നാഭിയാണെന്നും, മേഘങ്ങളെ ഭഗവാന്റെ മുടിച്ചിരുളകളാണെന്നും, വൃക്ഷങ്ങൾ രോമങ്ങളാണെന്നും, തീ കാണുമ്പോൾ അത് ഭഗവാന്റെ വായാണെന്നും, നക്ഷത്ര നിരകൾ കാണുമ്പോൾ ഭഗവാന്റെ പല്ലുകളാണെന്നും, ഇങ്ങനെ നാം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഭഗവാന്റെ അവയവങ്ങളായി സങ്കല്പിച്ച് നോക്കുമ്പോൾ എത്ര ആനന്ദമാണ് ഉണ്ടാകുന്നത്. ഈ കാണുന്ന പ്രപഞ്ചം കാണുമ്പോൾ ഇതെല്ലാം എനിക്ക് ഓർമ്മ വരണം. ഇതിനെല്ലാം കാരണഭൂതനായ ആ നാശരഹിതനായ അക്ഷരബ്രഹ്മത്തെയും എനിക്ക് ഓർമ്മ വരണം. അതിനായി എന്നെ അനുഗ്രഹിച്ചാലും ഭഗവാനെ. നാരായണ അങ്ങേക്ക് നമസ്കാരം. ഈ കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദു വന്നികളോടൊപ്പം ത്രിമൂർത്തികളും
അഗ്രേ വിരാട് പുരുഷ നിൻമൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണ